ദാഹിച്ച് വലഞ്ഞു വരുന്ന ഒരാൾക്ക് ദാഹജലം നൽകുക എന്നത് ഏതൊരു വ്യക്തിയുടെയും കടപ്പാടാണ്, കടമയാണ്, കർത്തവ്യമാണ്. ദാഹജലം നൽകുന്നതിന് മുൻപ് ആ ദാഹജലം നൽകാൻ ഉപയോഗിച്ച ഗ്ലാസുകളുടെ ചരിത്രം ആരും തേടിപ്പോകാറില്ല. അതിനു മുമ്പ് ആ ഗ്ലാസ് എന്തിനൊക്കെ ഉപയോഗിച്ചു, ആ ഗ്ലാസ് നിർമ്മിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്, വസ്തുക്കൾ എന്തൊക്കെയാണ്, വ്യക്തികൾ എന്തൊക്കെയാണ് എന്നൊന്നും ആരും ചിന്തിച്ചുകൊണ്ടല്ല ദാഹിക്കുമ്പോൾ ഗ്ലാസ്സിൽ പകർന്നു കിട്ടിയ വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിച്ചു കഴിഞ്ഞ് ആ ഗ്ലാസ് മറ്റ് പാത്രങ്ങൾക്കൊപ്പം കഴുകാൻ വയ്ക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ ഗുണത്തെക്കുറിച്ചോ ദോഷത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ച് ആരും മെനക്കെടാറില്ല. ദാഹിച്ചിരുന്നപ്പോൾ വെള്ളം കൊടുത്ത ഗ്ലാസിൻ്റെ ചരിത്രം ആരും അന്വേഷിക്കാറുമില്ല. പക്ഷേ ദാഹജലം സ്വീകരിച്ചപ്പോൾ തൻ്റെ അടക്കാനാകാത്ത ദാഹം ശമിപ്പിച്ച നല്ല ദൈവത്തിന് നന്ദി പറയുക. ഗ്ലാസിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചോ ഗ്ലാസിൻ്റെ മേന്മയെക്കുറിച്ചോ ഗ്ലാസിൻ്റെ പോരായ്മയെക്കുറിച്ചോ ഒരുപക്ഷെ ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം കഴുകാനായിട്ട് കൊണ്ടുപോയ വഴിക്ക് കയ്യിൽ നിന്നും വഴുതിപ്പോയി 2 ഗ്ലാസുകളും ഉടഞ്ഞുപോയി എന്നൊന്നും കരുതി ദാഹജലം കുടിച്ചതിൻ്റെ ഗുണം നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഏതൊരു വ്യക്തിയും, ഞാൻ കത്തോലിക്ക വിശ്വാസികളോട് അഭിസംബോധന ചെയ്ത് പറയുകയാണെങ്കിൽ, അവൻ ജ്ഞാനം കൊണ്ട് സ്നാനം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ജ്ഞാനസ്നാനത്തിലൂടെ അവൻ കത്തോലിക്ക സഭയുടെ അംഗമായി കഴിഞ്ഞാൽ, ജ്ഞാനസ്നാനത്തിൻ്റെ ആ നിമിഷത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള അവൻ്റെ ജീവിതത്തെക്കുറിച്ച് കുത്തിയിളക്കാനും പഠിച്ച് പരിശോധിക്കാനുമൊക്കെ പോകുന്നത് സഭാവിശ്വാസത്തിന് നിരക്കുന്നതല്ല. അവൻ അന്നുവരെ ജീവിച്ചിരുന്ന എല്ലാവിധ ജീവിത വ്യാപാരങ്ങളിൽ നിന്നും മാറി ദൈവത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തിൻ്റെ വഴികളിൽ അവൻ വ്യാപരിക്കുന്നു. അതിനു മുമ്പുള്ള എല്ലാ തിന്മയുടെ വശങ്ങളെയും അവൻ ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമാണ് അവൻ വിശ്വാസ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടത്. ഇതേ അവസ്ഥ മറ്റൊരു തലത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത്, ഒരു വ്യക്തി അവൻ 8 വയസ്സിലോ 7 വയസ്സിലോ 10 വയസ്സിലോ 60 വയസ്സിലോ 70 വയസ്സിലോ 50 വയസ്സിലോ 90 വയസ്സിലോ 100 വയസ്സിലോ എത്തിയതിന് ശേഷം താൻ നന്നായി ജീവിച്ചിരുന്ന അക്കാലത്തെ പോലെ ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ സാധിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, ഞാൻ മുകളിൽ ഉദ്ധരിച്ച ചില പ്രായ വ്യത്യാസങ്ങൾക്കിടയിൽ അവൻ്റെ മനസ്സിനും ആത്മാവിനും ഹൃദയത്തിനും ശരീരത്തിനും, എന്തിന് അവൻ്റെ ഓർമ്മയ്ക്കും ബുദ്ധിക്കും ഒക്കെയും മങ്ങൽ ഉണ്ടാകാം. താൻ പഠിപ്പിച്ചും ചിന്തിച്ചും പോകുന്നതിന് വ്യത്യസ്തമായി അവൻ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി എന്ന് വരാം. അത് വിചാരിച്ച് അവനെ കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമില്ല, അർഹതയില്ല. കാരണം അവൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ വെച്ച ഒരു വഴിമാറ്റം അവന് സംഭവിച്ചത് അവൻ വഴിയോ ആരെങ്കിലും വഴിയോ എന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. അത് അവൻ്റെ നിയോഗം. ഞാൻ ആദ്യം സൂചിപ്പിച്ച ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ച നമ്മൾക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു നന്മ മാത്രമേ പറയുവാനായിട്ടുള്ളൂ. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ആ ഗ്ലാസ് ഇല്ലായിരുന്നു എങ്കിൽ എനിക്ക് ആ വെള്ളം കുടിക്കുവാൻ സാധിക്കില്ലായിരുന്നു.
പ്രിയമുള്ളവരെ, അനേകം വൈദികർ നല്ല നിലയിൽ ആത്മാക്കളെ സഭയ്ക്ക് വേണ്ടി നേടിയവർ, അനേകം സഭകളെയും സഭാ കൂട്ടായ്മകളെയും ഇടവക ജനങ്ങളെയും എല്ലാം വഴിക്ക് നയിച്ചിട്ട് തികച്ചും വ്യത്യസ്തമായ ജീവിതത്തിലൂടെ വഴിമാറി പുറംതിരിഞ്ഞ് നടന്നുപോയ ചരിത്രം ലോകത്തെവിടെയുമുണ്ട്. എന്നുമുണ്ടാകും, ഇനിയുമുണ്ടാകും. എത്ര ഉന്നതമായ സഭാസ്ഥാനങ്ങളിലെത്തിയാലും, എത്ര ശ്രേഷ്ഠമായ വിശുദ്ധ ജീവിതത്തിൽ ഒരു വ്യക്തി വ്യാപരിച്ചാലും, ഏത് നിമിഷവും അതിൽ നിന്നും വ്യത്യസ്തമായി സർവർക്കും ഉതപ്പായി, സർവർക്കും ഒരു സ്കാൻഡലായി തീരുന്ന അവസ്ഥകൾ ഉണ്ടാകും. ഇത് നമ്മെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇത്തരം ഉത്കൃഷ്ട വ്യക്തിത്വങ്ങളുടെ പിന്നാലെ പോയി സഭ പ്രദാനം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളെയും വരെ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ച് അത്തരം വ്യക്തികളിൽ, അത്തരം വിശുദ്ധന്മാരെന്ന് തോന്നിപ്പിക്കുന്ന വ്യക്തികളിൽ ഒക്കെയും ആശ്രയിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോകുവാനായിട്ടുള്ള ഒരു പ്രേരണ സർവ്വ മനുഷ്യർക്കും, പ്രത്യേകിച്ച് എല്ലാ കത്തോലിക്കർക്കുമുണ്ട്. ഒരു പരിധിവരെയും അവയെയൊക്കെ നിയന്ത്രിക്കുന്നത് കർശന സ്വഭാവമുള്ള വല്യച്ഛന്മാരാണ്. അവരും ഇക്കാലഘട്ടത്തിലെ ഒരു പരിധിവരെയും തങ്ങളുടെ ദൗത്യത്തിൽ നിന്നും മാറി പൊല്ലാപ്പൊന്നും വേണ്ട, പറ്റുന്ന കുർബാനയും ചൊല്ലി, ചെയ്യാവുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും ചൊല്ലി നന്നായി വിശ്രമിക്കുക എന്നൊരു നയത്തിലേക്ക് പോകുന്നതിന് അവരെ നമുക്ക് കുറ്റപ്പെടുത്താനും ആവില്ല. ഏവിധ പശ്ചാത്തലത്തിൽ വേണം വഴിതെറ്റിപ്പോയ വ്യക്തികളുടെ ജീവിതങ്ങളെ എടുത്ത് വിമർശന ബുദ്ധിയാ കീറി മുറിച്ച് കൈകാര്യം ചെയ്ത് അവർ അതുവരെയും ചെയ്തിരുന്ന നന്മകളെ നിഷേധിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യുവാൻ പാടില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ഒരു കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതത്തെ, പ്രത്യേകിച്ച് ഒരു പ്രേക്ഷിത പ്രവർത്തകൻ്റെ ജീവിതത്തെ രണ്ട് തലങ്ങളിൽ നാം വേർതിരിച്ച് കാണണം. ഒന്ന്, അവൻ ആത്മീയമായ നിറവിൽ ദൈവനിവേശനത്തിൽ വ്യാപരിച്ച നിമിഷം. മറ്റൊന്ന്, അതിൽ നിന്നെല്ലാം അവൻ വിട്ടുമാറി ഒരുതരം ആലസ്യത്തിലേക്ക് പോകുന്ന അവസ്ഥ, അഥവാ നേരെ വിപരീത ദിശയിൽ പായുവാനായിട്ടുള്ള ലോകത്തിൻ്റേതായ കെട്ടുപാടുകളിൽ പെട്ട് ഉലഞ്ഞ് തകർന്ന് പറഞ്ഞു പോകുന്ന ഒരു പ്രത്യേക അവസ്ഥാവിശേഷം. ആ സമയത്ത് അത്തരം വ്യക്തികളെ നാം ഒരിക്കലും കുറ്റപ്പെടുത്താനോ അവരെ വിമർശിക്കാനോ നമുക്ക് അവകാശമില്ല. മറിച്ച് ഇന്നലെ വരെയും ഉപയോഗിച്ച ആ നല്ല ഗ്ലാസ് ഇന്ന് മാലിന്യക്കുഴിയിൽ വീണുപോയി, അത് ഗ്ലാസിൻ്റെ കുഴപ്പമല്ല, ആ ഗ്ലാസിനെ എടുത്ത് മാലിന്യക്കുഴിയിലേക്ക് എറിഞ്ഞവൻ്റെ തകരാറാണ്. ആരാണ് അവനെ മാലിന്യക്കുഴിയിലേക്ക് എറിഞ്ഞത്? ഒരിക്കലും ദൈവമല്ല, ഒരിക്കലും നല്ല മനുഷ്യരല്ല, ഒരിക്കലും ചീത്ത മനുഷ്യരുമല്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? അത് പ്രകൃതിയുടെ പ്രത്യേകതയാണ്. എത്ര നല്ല തെങ്ങും, എത്ര നല്ല മാവും, എത്ര നല്ല പ്ലാവും, എത്ര നല്ല മുന്തിരിച്ചെടിയും പുഴുക്കുത്തുകളേറ്റ് താഴെ വീണു എന്ന് വരാം, കേടുവന്ന് പിടന്നുപോയി എന്ന് വരാം. ആ പിടന്നുപോയ മരത്തിൽ കയറിയിരുന്നു കൊണ്ട് മരത്തെ ഭർത്സിക്കുക, അതിനെ വിമർശിക്കുക, അതിനെ ശപിക്കുക, ഇതൊന്നും നേർമ ബുദ്ധിയുള്ള മനുഷ്യന് ചേർന്നതല്ല. മറിച്ച് ആ മരം നല്ല നിലത്ത് വ്യാപരിച്ച നേരത്തെ ലഭിച്ച നന്മകളോർത്ത് ദൈവത്തിന് നന്ദി പറയുക. തകർക്കപ്പെട്ട മരം അല്ലെങ്കിൽ മരത്തിൻ്റെ തൈകളിൽ നിന്ന് വീണ്ടും ദൈവിക സത്യങ്ങളിലേക്കും സ്നേഹങ്ങളിലേക്കും മനുഷ്യകുലത്തെ മുഴുവൻ മാടി വിളിക്കുന്ന പുതിയ തളിർപ്പുകൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക, നോക്കിയിരിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളെ സ്വാധീനിച്ച ഏതെങ്കിലും വ്യക്തികൾ ഉത്തമ കത്തോലിക്ക വിശ്വാസികളായി, മാതൃകകളായി നമ്മുടെ മുമ്പിൽ നിർത്തപ്പെട്ടവർ മാലിന്യക്കുഴികളിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തരുത്. അവർ അതുവരെ നൽകിയ പഠനങ്ങളെ നിഷേധിക്കരുത്. അവരിലൂടെ നാം നേടിയെടുത്ത ദൈവത്തിൻ്റെ ജ്ഞാന രഹസ്യങ്ങളെ ഒരിക്കലും ചവറ്റുകുട്ടയിൽ എറിയരുത്. മറിച്ച് മാലിന്യക്കുഴികളിൽ വീണു എന്ന് നാം വിധിക്കപ്പെടുന്ന ആ വ്യക്തിയുടെ നിയോഗം ദൈവം അറിഞ്ഞ് സംഭവിച്ചതാണ് എന്നും അവർ ദൈവമല്ലായിരുന്നു എന്ന് നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി മാത്രം ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് അവരെ മാറ്റി നിർത്തിയിരിക്കുന്നതാണ് എന്നും ബോധ്യപ്പെടുവാനും അവർ ചെയ്ത
നല്ല ജീവിത കാലഘട്ടങ്ങളെ ഓർത്ത്, ചെയ്തികളെ ഓർത്ത് ദൈവത്തോടും അവരോടും നന്ദിയുള്ളവരായി വർത്തിക്കുവാനും ദൈവം ഇന്ന് നമ്മെ ക്ഷണിക്കുന്നു, ആഹ്വാനം ചെയ്യുന്നു. ഈ ചിന്തയുടെ പശ്ചാത്തലത്തിൽ വീണുപോയ ഏതെങ്കിലും സുകൃത വൃക്ഷങ്ങളെ ഓർത്ത് നാം നൊമ്പരപ്പെടുന്നുണ്ടെങ്കിൽ ആ നൊമ്പരം ഒരു പ്രാർത്ഥനയായി ദൈവസമക്ഷം സമർപ്പിക്കാം. അവരുടെ നിശ്ചിത ജീവിത കാലഘട്ടങ്ങളിൽ തീക്ഷ്ണതയോടുകൂടി സഭയെ നയിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത അവരുടെ ആ നിയോഗ കാലഘട്ടത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നിൽക്കുന്നവർ എന്ന് വിചാരിക്കുന്ന നാം നിശ്ചയമായും വീണുപോകും. ആ വീഴ്ചയ്ക്ക് മുമ്പ് ദൈവമേ, നീ ഈ ലോകത്തിൽ നിന്നും മരണം വഴി എന്നെ നിൻ്റെ പക്കലേക്ക് വിളിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളെ ഇവിടെ സമാഹരിക്കാം.